നമസ്കാരം. ഭൂമിയെ കത്തിച്ചു ചാരമാക്കുന്ന യുദ്ധം. ലോകത്തെ തീഗോളമാക്കാൻ മിനിറ്റുകൾ മാത്രം മതി ആയുധങ്ങൾക്ക്. വിനാശത്തിൻ്റെ നിഴലിലാണ് ലോകം. കാരണം ഇനി ആയുധങ്ങൾ സംസാരിക്കുന്ന കാലം. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ അന്ത്യവും റഷ്യയുടെ സൈനിക കരുത്തുമൊക്കെ ചർച്ചയാകുന്ന കാലം. ഭൂമിയിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ആയുധങ്ങളുടെ നിയന്ത്രണ രേഖകൾ സത്യത്തിൽ ഇന്ന് മാഞ്ഞു പോവുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ വലിയ ആണവായുധ നിയന്ത്രണ ഉടമ്പടിയായിട്ടുള്ള ന്യൂ സ്റ്റാർട്ട് അത് കാലഹരണപ്പെടുകയാണ്. അത് കേവലം ഒരു കരാറിന്റെ അവസാനമല്ല എന്നുകൂടി പറയട്ടെ, മറിച്ച് അത് ദശാബ്ദങ്ങളായി ലോകത്തിന്റെ സമാധാനം നിലനിർത്തിയിരുന്ന ആഗോള സുരക്ഷാ ചട്ടക്കൂടിന്റെ പൂർണ്ണമായ തകർച്ച കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2026 ഫെബ്രുവരി മാസം 5 എന്ന തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത് ഒരു പുതിയ ശീത യുദ്ധത്തിൻ്റെയോ അതോ അതിലും ഭയാനകമായിട്ടുള്ള ഒരു ആണവ മത്സരത്തിൻ്റെയോ തുടക്കമായിട്ടായിരിക്കാം. പടിഞ്ഞാറൻ ശക്തികളുടെ ഏകപക്ഷീയമായിട്ടുള്ള ആധിപത്യം തകർക്കപ്പെടുന്ന ഈ നിർണായക ഘട്ടത്തിൽ റഷ്യ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. ശീതയുദ്ധകാലത്തെ ഭയാനകമായ ആയുധപ്പെരുപ്പത്തിന് കടിഞ്ഞാണിടാൻ 2010 പ്രാഗിൽ വെച്ച് ഒപ്പുവെച്ച ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി അമേരിക്കയ്ക്കും ഒപ്പം തന്നെ റഷ്യയ്ക്കും വിന്യസിക്കാവുന്ന തന്ത്രപരമായിട്ടുള്ള ആണവ പോർമുനകളുടെ എണ്ണം 1550 പരിമിതപ്പെടുത്തി. ഇതൊരു സമാധാന ശ്രമമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ ഈ ആഗോള സുരക്ഷാ ചട്ടക്കൂടിനെ അപ്പാടെ തകർത്തില്ലാതാക്കി. INF ഉടമ്പടി, ഓപ്പൺ സ്കൈസ് ഉടമ്പടി, പരമ്പരാഗത സൈനിക ഉടമ്പടി തുടങ്ങിയ ആഗോള സമാധാനത്തിന്റെ തൂണുകളായിരുന്ന പല കരാറുകളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി എന്നുള്ളതാണ്. കരാർ അവസാനിച്ചാൽ അവസാനിക്കട്ടെ, ഞങ്ങൾ ഇതിലും മികച്ച ഒന്ന് നിർമ്മിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വരെ വഴിവെച്ചതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടം ഇന്നും വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പുതിയ ഭീഷണികളെ നേരിടുവാൻ റഷ്യ സജ്ജമാണ് എന്നും പഴയ കരാറുകളുടെ ബാധ്യതകൾ ഇനി തങ്ങളെ തളച്ചിടില്ല എന്നുമാണ് റഷ്യയുടെ പ്രഖ്യാപനം. അതാണ് ഞാൻ പറഞ്ഞത് 2026 ഫെബ്രുവരി 5 പ്രത്യേകത എന്ന് പറയുന്നത്. അതോടുകൂടി ആ പ്രഖ്യാപനം റഷ്യ നടത്തേണ്ടി വന്ന സാഹചര്യം വെച്ചാൽ ആ ദിവസത്തോടുകൂടി ആ കരാർ അവസാനിക്കുകയായിരുന്നു. അമേരിക്കയുടെ പക്കലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഗോൾഡൻ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ പദ്ധതികൾ ആണവ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുമോ എന്ന സംശയം ചിലരിൽ നിലനിൽപ്പുണ്ട്. എങ്കിലും ഇതിനെയൊക്കെ മറികടക്കാൻ റഷ്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക അജയ്യമായിട്ടുള്ള ആയുധങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുന്ന സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളും ഭൂഖണ്ഡങ്ങൾ വരെ താണ്ടി ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന സാർമറ്റ് എന്ന വിനാശകാരിയും ശതാബ്ദി വേഗത്തിൽ സഞ്ചരിക്കുന്ന അവംഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനവുമൊക്കെ റഷ്യയുടെ കരുത്ത് 10 ഇരട്ടിയാക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്, സത്യസന്ധമായ കാര്യമാണ്. ഇവയുടെയൊക്കെ ലക്ഷ്യം ആക്രമണമല്ല, മറിച്ച് റഷ്യയെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരു ശക്തിയെയും തടയുക എന്നുള്ളതാണ്. അതായത് പ്രത്യാക്രമണത്തിന്, പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മാത്രമാണ്. പുതിയ ആയുധ മത്സരം എന്ന് പറയപ്പെടുന്ന ലോക സമ്പദ് വ്യവസ്ഥയിൽ സങ്കീർണവും ഒപ്പം തന്നെ ദൂരവ്യാപകവുമായിട്ടുള്ള ആഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ആയുധ നിയന്ത്രണ ഉടമ്പടികൾ തകരുന്നതോടെ വൻ ശക്തികൾ തങ്ങളുടെ ബജറ്റിന്റെ വലിയൊരു വിഹിതം എന്ന് പറയപ്പെടുന്ന പ്രതിരോധ മേഖലയിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. ഇത് വിദ്യാഭ്യാസവും ആരോഗ്യവും പോലുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഗൺ വേഴ്സസ് ബട്ടർ എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതാണ്. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ബില്യൺ കണക്കിന് ഡോളർ മുടക്കി പുതിയ പ്രതിരോധ കവചങ്ങൾ നിർമ്മിക്കുമ്പോൾ ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കുവാനും കടബാധ്യതകൾ ഉയരുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായിട്ടും സൈനികമായും തളർത്താൻ ശ്രമിക്കുമ്പോഴും റഷ്യ തങ്ങളുടെ സൈനിക മുൻതൂക്കം നിലനിർത്തുന്നു. ഇത് സാങ്കേതിക വിദ്യയുടെയും വിഭവങ്ങളുടെയും വിഭജനത്തിന് കാരണമാകുന്നു. സൈനിക കരുത്തിനൊപ്പം റഷ്യയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും ലോകരാഷ്ട്രീയത്തിൽ നിർണായകമാണ് എന്നുള്ളതാണ്. ആർട്ടിക് മേഖലയിൽ റഷ്യ വർദ്ധിപ്പിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ഭാവിയിലെ ആഗോള വ്യാപാര പാതകളിൽ
റഷ്യക്കുണ്ടാകുന്ന അനിഷേധ്യമായിട്ടുള്ള മേധാവിത്വം അത് വ്യക്തമാക്കുന്നു. മഞ്ഞുരുകുന്നതിലൂടെ തുറക്കപ്പെട്ട നോർത്തേൺ സീ റൂട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗത പാതയായി മാറാൻ പോകുന്നു. ഇത് മുൻകൂട്ടി കണ്ട് ആർട്ടിക് പ്രദേശത്തെ റഷ്യ തങ്ങളുടെ അത്യാധുനിക താവളങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഐസ് ബ്രേക്കർ കപ്പലുകളും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാശ്ചാത്യ ശക്തികൾക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഈ മേഖലയിൽ റഷ്യൻ ആധിപത്യം ഉറപ്പിക്കുന്നതോടെ ആഗോള ഊർജ വിഭവങ്ങളുടെ നിയന്ത്രണത്തിലും വ്യാപാര സുരക്ഷയിലുമൊക്കെ റഷ്യ വലിയ സ്വാധീനം ലഭിച്ചു കഴിഞ്ഞു. ഇത് റഷ്യയുടെ സൈനിക ശേഷിയെ കേവലം ഒരു പ്രതിരോധ കവചം എന്നതിലുപരി ആഗോള സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ള തന്ത്രപരമായ കരുത്തായി മാറ്റുകയാണ്. സെമി കണ്ടക്ടറുകൾ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ നിർണായക വസ്തുക്കൾ ആയുധ നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് സിവിലിയൻ വിപണിയിൽ ക്ഷാമമുണ്ടാക്കുകയും ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ മേഖലകളെ തളർത്തുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആഗോള സമാധാനം എന്നത് ആയുധങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശക്തികളുടെ തുല്യതയാണ് എന്ന് റഷ്യ കരുതുന്നു. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ മരണം ഒരു യുഗത്തിന്റെ അന്ത്യമാണ്. ലോകം പഴയതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഉണരുകയാണ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ആധിപത്യം തകർക്കപ്പെടുന്നതും റഷ്യ ഒരു നിർണായക സൈനിക ശക്തിയായി വീണ്ടും ഉദയം ചെയ്യുന്നതും വരും ദശകങ്ങളിലെ ചരിത്രത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് കേവലം ആയുധങ്ങളുടെ കണക്കല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും നിലനിൽപ്പിന്റെയും പോരാട്ടമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും തളർത്താൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ കൈവശമുള്ള അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ ഒരു ബാലൻസിങ് പവറായി വർത്തിക്കുകയാണ്. ഞങ്ങൾ അളന്ന രീതിയിലും ഉത്തരവാദിത്തോടെയുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുമ്പോഴും റഷ്യൻ മണ്ണിൽ തൊടാൻ ശ്രമിക്കുന്നവർക്ക് അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് ക്രെംലിൻ നൽകിക്കഴിഞ്ഞു. റഷ്യൻ കരുത്ത് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുന്നു. പുതിയ ആണവ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം മുമ്പോട്ട് വരുമ്പോഴും റഷ്യയുമായിട്ടുണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിക്കുന്നത് കൊണ്ടാണ് പുതിയ ഉടമ്പടിയിലേക്ക് എത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത്. 2010 ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി നീട്ടണമെന്ന റഷ്യയുടെ ആവശ്യത്തോട് ട്രംപ് മൗനം പാലിക്കുന്നു. US സമ്മതമാണെങ്കിൽ പഴയ ഉടമ്പടി നീട്ടാൻ തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നു. പുതിയ ഉടമ്പടിയിൽ ചൈനയെ ഭാഗമാക്കാൻ ഒരു ശ്രമം ട്രംപ് ഭരണകൂടം നടത്തുന്നുണ്ട്. ചൈനയുടെ ആയുധ ശേഖരം അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈനയെ ആണവായുധ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയാണ്. എന്നാൽ ചൈന ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുക ഉറപ്പായ ഒരു കാര്യം, ഒരു യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഇനി ഉണ്ടായാൽ അത് ഭൂമിയെ കത്തിച്ച് ചാരമാക്കുന്ന ഒരു യുദ്ധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലോകത്തെ ഒരു തീഗോളമാക്കി മാറ്റുവാൻ മിനിറ്റുകൾ മാത്രം മതിയായും ഈ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ. ആ ആയുധങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ആണവായുധ പ്രക്രിയ മുമ്പ് കണ്ട പോലത്തെ വെറും ഓലപ്പടക്ക് കത്തിക്കലല്ല ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത്. വിനാശകാരിയായിട്ടുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. ലോകത്തെ മുഴുവൻ ചുട്ടരിക്കുന്ന, ഭൂമിയെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധമായിരിക്കും അത്. ലോകത്തെയൊക്കെ നിമിഷ നേരം കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് തന്നെ തീഗോളമാക്കി ഉരുട്ടി വലിച്ചെറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു യുദ്ധം. അത്രത്തോളം ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചു കഴിഞ്ഞു. റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ചൈന ആണെങ്കിലും എന്തിന് ഇന്ത്യ ആണെങ്കിൽ പോലും ഇവരെല്ലാവരും ലോകശക്തി ഗണത്തിൽപ്പെടുന്നു. ഇന്ത്യയും ആയുധ ശേഖരത്തിൽ അവരുടെ ഗണത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ ചുട്ടുകരിക്കാൻ കഴിയുന്ന പാകത്തിലേക്ക് ആയുധ ശേഖരങ്ങൾ നടത്തുന്ന ലോകരാഷ്ട്രങ്ങൾ എന്തെങ്കിലും ഒരു നിമിഷം ഉണ്ടാകുന്ന യുദ്ധം എന്ന് പറയപ്പെടുന്നത് തളർത്തിക്കളയും. ജീവന്റെ ഒരു അംശം പോലും ബാക്കിയില്ലാതെ ഭൂമിയെ കത്തിച്ചു കളയും.